നമസ്കാരം. മമ്മൂക്കയുടെ ഏറ്റവും പുതിയ ചിത്രം ടെർബോ എന്ന സിനിമ കൃത്യമായി പറഞ്ഞാൽ ഇന്ന് 18 ദിവസങ്ങൾ തിയേറ്ററിൽ പിന്നിടാൻ ഒരുങ്ങുകയാണ്. ചിത്രത്തിന്റെ മൂന്നാമത്തെ പ്രധാന ഞായറാഴ്ചയാണെന്ന്. ടെർബോ സിനിമയുടെ 17 ദിവസത്തെ കളക്ഷൻ അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ മികച്ചൊരു കളക്ഷനാണ് ചിത്രം 17 ദിവസങ്ങൾ കൊണ്ട് ബോക്സ് ഓഫീസിൽ നിന്നും നേടിയിരിക്കുന്നത്. ആ ഒരു കളക്ഷൻ അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മമ്മൂട്ടി കമ്പനിയുടെ നിർമ്മാണത്തിൽ ഏകദേശം 35 കോടി മുതൽ മുടക്കിലെത്തിയ ചിത്രമാണ് ടെർബോ എന്ന ചിത്രം. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ 17 ദിവസത്തെ കളക്ഷൻ അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ചിത്രം നേടിയിരിക്കുന്നത് ഏകദേശം 36 കോടി രൂപയോളമാണ്. അതോടൊപ്പം ചിത്രത്തിന്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യൻ കളക്ഷൻ അപ്ഡേറ്റുകൾ വരുമ്പോൾ റെസ്റ്റ് ഓഫ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും ചിത്രം 17 ദിവസങ്ങൾ കൊണ്ട് സ്വന്തമാക്കിയിരിക്കുന്നത് 5 കോടി 50 ലക്ഷം രൂപയാണ്. മികച്ചൊരു ബോക്സ് ഓഫീസ് വേട്ട തന്നെയാണ് ചിത്രം 17 ദിവസങ്ങൾ കൊണ്ട് റെസ്റ്റ് ഓഫ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയിരിക്കുന്നത്. ടോട്ടൽ ഇന്ത്യയിൽ നിന്ന് മാത്രം 17 ദിവസങ്ങൾ കൊണ്ട് ഏകദേശം 41 കോടിക്ക് മുകളിലാണ് ചിത്രം ഇതുവരെ കളക്ട് ചെയ്തിരിക്കുന്നത്. ഈ ടെർബോ സിനിമയുടെ GCC കളക്ഷൻ അപ്ഡേറ്റിലേക്ക് പോകുമ്പോൾ UAEയിൽ നിന്നും GCCയിൽ നിന്നും ചിത്രം 17 ദിവസങ്ങൾ കൊണ്ട് നേടിയിരിക്കുന്നത് ഏകദേശം 29 കോടി രൂപയോളമാണ്. അതോടൊപ്പം റെസ്റ്റ് ഓഫ് GCCയിൽ നോക്കുമ്പോൾ ഏകദേശം 8 കോടി 60 ലക്ഷം രൂപയാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ ഓവർസീസ് കളക്ഷനായിട്ട് മാത്രം ചിത്രം നേടിയിരിക്കുന്നത് 38 കോടി രൂപയോളമാണ്. ഇതോടെ 17 ദിവസങ്ങൾ കൊണ്ട് ഇന്ത്യൻ കളക്ഷനിലൂടെയും ഓവർസീസ് കളക്ഷനിലൂടെയും ടെർബോ എന്ന സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത് ഏകദേശം 80 കോടി രൂപയോളമാണ്. ഇനി വരുന്ന ദിവസവും ബോക്സ് ഓഫീസിൽ മികച്ചൊരു പ്രകടനം ചിത്രത്തിന് കാഴ്ചവെക്കാൻ സാധിച്ചാൽ ചിത്രം 100 കോടി ക്ലബിൽ എത്താൻ സാധിക്കുമെന്ന് തീർച്ചയായും നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായത്തിൽ ടെർബോ എന്ന സിനിമ 100 കോടി കടക്കുമോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഉറപ്പിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.